തന്നെ ഉറ്റുനോക്കി. അവരുടെ മനസ്സിൽ ഒരാളുടെ മുഖവുമായി ആരുവിൻ്റെ മുഖം നല്ല സാമ്യം തോന്നി. എന്നാലും സാറയുടെ മനസ്സ് അത് ഉറപ്പിക്കാൻ സമ്മതിച്ചില്ല. സാറ കണ്ണുകൾ ഇറുക്കെ അടച്ചു തുറന്നു. റീത്തയെ പോലെ തന്നെയുണ്ടല്ലോ കർത്താവേ ആ കുട്ടിയുടെ മുഖം. മുന്നിൽ കാണുന്നത് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതെങ്ങനെ സാധിക്കും? അവരുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉടലെടുത്തു. ഉത്തരങ്ങൾ ആരോട് തിരക്കുമെന്നുള്ള സംശയമായിരുന്നു അവരിൽ. എങ്ങനെ ഹിന്ദുവായി ഇവരുമായി റീത്തയ്ക്ക് ബന്ധം? ഒരുപോലെ തന്നെയുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോഴാണ് മുകളിൽ നിന്നും നന്ദു ഇറങ്ങി വരുന്നത്. നന്ദുവിനെ കണ്ടതും ആളു നന്ദുവിൻ്റെ അരികിലേക്ക് ചെന്നു. ആരുവും നന്ദുവും ആളുവും ഒന്നിച്ചു നിന്നു. ഏറെ നാളുകൾക്ക് ശേഷം അമ്മക്കിളിയുടെ ചൂടിലേക്ക് ഒതുങ്ങുന്ന കുഞ്ഞുങ്ങളെ പോലെ അവർ രണ്ടുപേരും നന്ദുവിനെ പറ്റിച്ചേർന്നു നിന്നു. ഇത് കണ്ട് കുശുമ്പ് കുത്തിയ അല്ലു ഓടി വന്ന് അവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറി. അപ്പോഴും ആരും ആരാണെന്ന് മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു സാറ. അവരുടെ മനസ്സിൽ അപ്പോഴും ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യം നിറഞ്ഞു നിന്നു. ജെനി നന്ദുവിന് ദേഷ്യത്തിൽ നോക്കി നിൽക്കുവാണ്. അപ്പോഴാണ് ജോർജ് അങ്ങോട്ടേക്ക് കയറി വന്നത്. നന്ദുവിൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആരുവിൻ്റെ മുഖം അയാൾക്ക് വ്യക്തമായി കണ്ടിരുന്നില്ല. ഹാളിൻ്റെ ഒരു വശത്തായി നിൽക്കുന്ന സാറയെയും ജോയലിനെയും ജെനിയെയും അയാൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ആൽവി അയാൾ കണ്ടത്. അവനോടൊന്ന് പുഞ്ചിരിച്ച് മുന്നിലേക്ക് നോക്കിയപ്പോഴുണ്ട് സ്റ്റെപ്പിറങ്ങി വരുന്ന ഡാനി. അവൻ താഴേക്ക് വന്നു. അത് കണ്ടതും അയാൾ പുഞ്ചിരിയോടെ അവനടുത്തേക്ക് ചെന്ന് അമ്മച്ചിയുടെ വിശേഷങ്ങൾ അന്വേഷിച്ചു. ഡാനിയോട് സംസാരിച്ച് നിന്നപ്പോഴാണ് ആരു നന്ദുവിൽ നിന്ന് അടർന്നു മാറിയത്. ആ നിമിഷമാണ് ജോർജ് ആരുവിനെ ശരിക്കും കണ്ടത്. ആരുവിനെ കണ്ട് തറഞ്ഞു നിന്നുപോയി അയാൾ. ഇതാരാണ് മോനെ? ജോർജ് വിക്കി വിക്കി ആരുവിന് നേരെ വിരൽ ചൂണ്ടി ചോദിച്ചു. പപ്പ, ഇതാണ് നന്ദുവിൻ്റെ മറ്റൊരനിയത്തി. ഇത് ആരാധ്യ, ഇത് മാളവിക. ഇവിടെ പപ്പ പരിചയപ്പെട്ടതല്ലേ? ഡാനി പുഞ്ചിരിയോട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. സാറ ഇടിവെട്ടേറ്റതുപോലെ തറഞ്ഞു നിന്നുപോയി. എൻ്റെ ദൈവമേ, ഇവളുടെ അനിയത്തിയോ? അപ്പൊ റീത്ത? അത് എപ്പോഴും ചോദ്യചിഹ്നമായിരുന്നു. ഇനിയൊരു സംശയം മാത്രമേ അവരിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവരെന്തോ ചോദിക്കാൻ വന്നതും ജോർജ് അത് ചോദിച്ചിരുന്നു. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരെന്താ? ജോർജ് വിറയലോട് ചോദിച്ചു. അച്ഛൻ്റെ പേര് പ്രമോദ്, അമ്മ ശൈലജ. നന്ദു പുഞ്ചിരിയോടെ അയാളെ നോക്കി പറഞ്ഞു. ജോർജ് ഒന്ന് നെടുവീർപ്പിട്ടു. ഇത് എങ്ങനെ സംഭവിച്ചു? റീത്തയുടെ അതേ മുഖഷേപ്പ്. എങ്ങനെ ഈ കുട്ടി വന്നു എന്നതായിരുന്നു ജോർജിലുണ്ടായിരുന്ന സംശയം. അയാൾക്ക് അപ്പോൾ തന്നെ തൻ്റെ സംശയം എല്ലാവരോടും വിളിച്ചു പറയാൻ തോന്നിയെങ്കിലും ജെനിയെയും സാറയെയും ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ തൻ്റെ സംശയം ഉള്ളിലൊതുക്കി. എന്നാൽ നന്ദു പറഞ്ഞ പ്രമോദ് എന്ന പേരിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു സാറയുടെ മനസ്സ്. കാരണം റീത്ത ക്രിസ്ത്യനാണ്. പിന്നെ എങ്ങനെ? റീത്തയുമായി എന്ത് ബന്ധമാണ് നന്ദുവും ആരുവും ആളുവും? എത്ര ഓർത്തിട്ടും സാറയ്ക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും താൻ അറിയാതെ എന്തെങ്കിലും നടന്നിട്ടുണ്ട് റീത്തയുടെ ജീവിതത്തിൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ബന്ധമുണ്ടാകുമോ? എങ്കിൽ വീണ്ടും അവകാശികളുടെ എണ്ണം കൂടും. അതും നന്ദു. അവൾ ഡാനിയുടെ ഭാര്യയായി വന്നതുകൊണ്ട് തന്നെ അവർ ഒന്നുകൂടി ശക്തരാകുമെന്ന് സാറയെ ടെൻഷനാക്കി. ഇത്രയും നാളായി പടുത്തുയർത്തിയ സ്വപ്നങ്ങളെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകരുകയാണ് എന്ന് ഒരു നിമിഷം സാറയ്ക്ക് തോന്നിപ്പോയി. ജോർജ് സാറയ്ക്കടുത്തേക്ക് വന്ന് സാറയെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി. അതൊരു പുച്ഛത്തോടെയുള്ള ചിരിയായിരുന്നു. പിന്നാലെ തന്നെ ഡാനിയും അയാൾക്കൊപ്പം കയറി. ഡാനി കയറിയതും വാതിൽ ലോക്ക് ചെയ്യാൻ മറന്നിരുന്നില്ല അവൻ. എന്താ പപ്പ, എന്തു പറ്റി? പപ്പ എന്ത് പെട്ടെന്ന് അകത്തേക്ക് വന്നത്? സംശയത്തോടെ അയാളെ നോക്കി ചോദിച്ചു. എനിക്കെന്തൊക്കെയോ സംശയമുണ്ട് മോനെ. എന്താ പപ്പ, ഒന്ന് തെളിച്ചു പറ. അത് പിന്നെ ഡാനി, നന്ദുവിൻ്റെ അനിയത്തി ആരുമോളില്ലേ, അവൾ നിന്റെ മമ്മയെ പോലെ തന്നെയുണ്ട് മോനെ. അതുകൊണ്ട് എന്താ പ്രശ്നം? ഒരാളെ പോലെ 7 പേരുണ്ടാകുമെന്നല്ലേ പപ്പ പറയാറ്? അങ്ങനെയല്ലടാ,
ഈ മോള് നിന്റെ മമ്മയെ അങ്ങ് കൊത്തി വെച്ചിരിക്കുവാണ്. അതുകൊണ്ട് എന്താ പപ്പ പറഞ്ഞു വരുന്നത്? അത് അത് നിന്റെ മമ്മയുടെ ചെറുപ്പത്തിൽ എന്തോ ഒരു പ്രശ്നം നടന്നിരുന്നു എന്ന് എനിക്ക് അറിവുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ അവളോട് ചോദിച്ചിരുന്നില്ല. കാരണം അത് ചോദിച്ചാൽ അവൾക്ക് വിഷമമാവുമെന്ന് ഉറപ്പായിരുന്നു. ഇപ്പൊ എന്തോ ആ മോളെ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പപ്പ പറയുന്നത്. ഡാനി ആകെ കൺഫ്യൂഷനായി ജോർജിനോട് ചോദിച്ചു. ഡാനി മോനെ, എൻ്റെ സംശയം ശരിയായിരിക്കാം, പക്ഷെ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. അവർ നിന്റെ മമ്മയുടെ സഹോദരന്റെ മക്കളാവും ചിലപ്പോ. ആര്? നന്ദുവും ആരുവും ആളുവും. പപ്പ എന്തൊക്കെയായി പറയുന്നത്? നന്ദു എൻ്റെ ഭാര്യയാണ്. അവൾ എങ്ങനെയാണ് എൻ്റെ മമ്മയുടെ കുടുംബമാകുന്നത്? അതും അമ്മ ക്രിസ്ത്യനല്ലേ, പിന്നെ എങ്ങനെ? ഡാനി അയാളെ നോക്കി പറഞ്ഞു. അല്ലട ഡാനി. പിന്നെ? ഡാനിയുടെ മുഖം സംശയത്താൽ ചുളിഞ്ഞു. എൻ്റെ റീത്തയുടെ, അതായത് നിന്റെ മമ്മയുടെ സഹോദരന്റെ മക്കളാണതെന്ന് എനിക്കുറപ്പാണ്. പക്ഷെ എന്തൊക്കെയോ നമ്മൾ അറിയാനുണ്ട്. എന്നാലേ ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ശരിക്കും? ഡാനി അത്ഭുതത്തോടെ ജോർജിനെ നോക്കി ചോദിച്ചു. എടാ ഡാനി, നീ സാറയുടെ മുഖം കണ്ടില്ലേ? അതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലായില്ലേ അവൾക്കും ഇതേ സംശയമുണ്ടെന്ന്? അപ്പൊ ഇനി നന്ദുവിനെയും അനിയത്തിമാരെയും ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ജീവന് വരെ ആപത്താകാമെന്ന് സാരമല്ലേ? ഡാനി ആലോചനയോടെ പറഞ്ഞതും ജോർജും അത് ശരിയാണെന്ന് തോന്നി. ഡാനി, ഇപ്പൊ ഇക്കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അതിൻ്റെ പിന്നിലെ മുഴുവൻ സത്യം അറിഞ്ഞിട്ട് നന്ദുവും ആരുവും ആളുവും അറിഞ്ഞാൽ മതി. നീ നന്ദുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ? എന്തു കാര്യം? ഡാനി സംശയത്തോടെ അയാളെ നോക്കി ചോദിച്ചു. എടാ മോനെ, നിന്റെ പപ്പയാണ് ഞാൻ എന്നുള്ള കാര്യം നീ മറക്കരുത്. നീ ഇത്രയും ദിവസം അമേരിക്കയിലല്ല എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നത് പോലെ നിനക്ക് എന്നെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. നീയും നന്ദുമോളും കൂടി എത്രയൊക്കെ അഭിനയിച്ചാലും നിങ്ങളുടെ കണ്ണിൽ കാണുന്ന പ്രണയം മനസ്സിലാകാതിരിക്കാൻ മാത്രം മണ്ടനൊന്നുമല്ല ഞാൻ. ജോർജ് അത് പറഞ്ഞതും ഡാനി ഒരു വിളറിയ ചിരി ചിരിച്ചു. പപ്പയ്ക്ക് അതെങ്ങനെ മനസ്സിലായി ഞങ്ങൾ അമേരിക്കയിലല്ലെന്ന്? ഞാൻ അതൊക്കെ അറിഞ്ഞു. എങ്ങനെയാണെന്നും നീ അറിയണ്ട. നീ മോളോട് എല്ലാം പറഞ്ഞിരുന്നു. ആദ്യം കളിയായി പറഞ്ഞു തുടങ്ങിയ ജോർജിന്റെ മുഖം അവസാനം ഗൗരവത്തോടെയുള്ളതായി. പറഞ്ഞിരുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞു. അവൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഞാൻ അവളോട് അകലം കാണിച്ച് അഭിനയിച്ചാലും ഇവിടെയുള്ള മറ്റുള്ളവർ വിശ്വസിക്കൂ. അപ്പോഴും അവൾ എന്നോട് ചേർന്ന് നിൽക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. ഞാൻ കാണിക്കുന്ന അഭിനയം മനസ്സിലാകാതെ എനിക്ക് അവളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന് അവൾക്ക് തോന്നിയാ പിന്നെ എല്ലാം വെറുതെയാകില്ലേ? അവൾ എന്നിൽ നിന്ന് അകലില്ലേ? അത് പേടിച്ചാണ് ഞാൻ എല്ലാം അവളോട് തുറന്നു പറഞ്ഞേ. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളതൊന്നും ഞാൻ ഒളിപ്പിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് ശ്രീയോട്. ഡാനിയുടെ വാക്കുകളിൽ നിറഞ്ഞത് പ്രണയമായിരുന്നു. ജോർജ് പുഞ്ചിരിയോട് അവനെ നോക്കി കേട്ടിരുന്നു. ജെനിയുടെ സംഭവത്തിനു ശേഷം അവന്റെ ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടാകുമോ എന്ന് പോലും സംശയിച്ചിരുന്നതായിരുന്നു. കർത്താവ് കൂട്ടിച്ചേർത്ത കണ്ണികളാണ് നന്ദുവും ഡാനിയും. അത് അഴിക്കാൻ ആർക്കും കഴിയില്ല എന്ന് അയാൾക്ക് തോന്നിയ ആ നിമിഷം. അപ്പൊ മോളോട് മാത്രം നീ കാര്യം പറയണം. കാരണം ഇതുവരെ അറിഞ്ഞിരിക്കുന്ന അവള് ഇതറിയുന്നതും അത്യാവശ്യമാണ്. പപ്പ, അവർ അറിഞ്ഞിരിക്കുന്നതല്ലേ നല്ലത്? അതാവുമ്പോ എപ്പോഴും അപകടം വന്നാലും തിരിച്ചറിയാൻ അവർക്ക് കഴിയും. ഇല്ലെങ്കിൽ ആരുവിനും ആളുവിനും അതിനെ കഴിയാതെ പോയാലോ? പിന്നെ അവർക്ക് എന്തെങ്കിലും അമ്മയെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കാലോ? ചിലപ്പോ അവരുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അത് ശരിയാണ്. നിനക്ക് അതാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് പറയാം. ചിലപ്പോൾ നീ പറയുന്നത് പോലെ എന്തെങ്കിലും അവർക്ക് അറിയാമെങ്കിലോ? പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ സത്യം അറിഞ്ഞതായി സാറയോ ജെനിയോ ജോയലോ ആ ജോണോ അറിയരുത്. അത് നിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അറിഞ്ഞ ഒരു യുദ്ധത്തിനാവും അവർ തയ്യാറാവുക. വെറുതെ പ്രശ്നങ്ങൾ നീയായിട്ട് വരുത്തി വെക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും സാറ നിയമപരമായി എൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഒരു ഊരാക്കുടുക്കില്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഉണ്ടാകില്ലായിരുന്നു. ജോർജ് ഒരു നെടുവീർപ്പോടെ ഡാനിയോട് പറഞ്ഞു. മറ്റാരും അറിയാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ പപ്പ പേടിക്കേണ്ട.
ആരുവിനെ ആനി നോക്കിക്കോളും, ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. അപ്പം ആളുവിനെയോ? അയാൾ സംശയത്തോടെ ഡാനിയെ നോക്കി ചോദിച്ചു. അവളൊരു കാന്താരിയാണെന്നാണ് നന്ദു പറഞ്ഞത്. സ്വയം രക്ഷിക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. അതില്ലെങ്കിൽ ആൽവി എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാകും. അവൾ സമ്മതിച്ചാൽ മാത്രം മതി. ആൽവിക്ക് ഇഷ്ടമാണോ അവളെ? എങ്ങനെയാ അവർ പരിചയം? ആൽവി ഇപ്പോഴാണ് അവളെ കണ്ടതും ഇഷ്ടപ്പെട്ടതും. ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആള് അടുക്കുന്ന ലക്ഷണമില്ല. പക്ഷേ ആൽവിയോട് ചെറിയൊരു ചായവുള്ളതായി തോന്നുന്നുണ്ടിപ്പോ. അതൊക്കെ ശരിയാകും, ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കും. എനിക്ക് വേണം അവളെ എൻ്റെ മരുമകളായി. എന്തുകൊണ്ടോ അവർ 3 പേരെയും എൻ്റെ മക്കളായി കണ്ടുപോയി. അയാളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഡാനി മനസ്സിലാക്കുകയായിരുന്നു എത്രത്തോളം തൻ്റെ പപ്പ അമ്മയെ ഇന്നും സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ ആരുവിനോട് സംസാരിച്ചു നോക്കാം. അന്ന് വീട്ടിൽ പോയപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. എന്നല്ലാതെ വലിയ അടുപ്പമൊന്നും ഞങ്ങൾ തമ്മിലില്ല. എന്തായാലും ഇനി സമയമുണ്ടല്ലോ. പതിയെ അവളുടെ മനസ്സിലും മാളുവിൻ്റെ മനസ്സിലും എന്താണെന്ന് ഞാൻ കണ്ടെത്തും. ഡാനി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഡാനി, ഓഫീസിലെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാനാണ് നിന്റെ തീരുമാനം? ഇനിയും അവരെയൊക്കെ വെച്ച് വാഴിക്കാനാണോ നിന്റെ പ്ലാന്? പപ്പ, തൽക്കാലം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മച്ചി തിരികെ എൻ്റെ അടുത്ത് വരുന്നതിൻ്റെ അന്ന് കലാശക്കൊട്ടിന് തുടക്കം കുറിക്കും ഞാൻ. ഡാനി കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു. മോനെ, അധിക സമയമെടുക്കണ്ട. ഇതിനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ശരി പപ്പ, ഞാൻ സൂക്ഷിച്ചോളാം. ഇപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ. ഡാനിക്ക് എങ്ങനെയെങ്കിലും നന്ദുവിൻ്റെ അടുത്തെത്തി അവളെ വാരി പുണരാൻ തോന്നി. വല്ലാതെ മിസ് ചെയ്യുന്നത് പോലെ. എടാ, നിന്റെ ഭാര്യ ആരും എടുത്തോണ്ട് പോകില്ല. നീ ഇങ്ങനെ വെപ്രാളം കാണിച്ച് അവളുടെ അടുത്ത് ഓടിയാലേ ഇവിടെയുള്ള എല്ലാവർക്കും അത് മനസ്സിലാകും. നീ ആയിട്ട് നിന്റെ കുഴി തോണ്ടരുത്. ജോർജ് രാക്കലോട് പറഞ്ഞതും ഡാനിയാകെ വിളറിപ്പോയി. ഏയ്, അങ്ങനെയൊന്നുമല്ല പപ്പ. ഡാനി നിന്ന് വിക്കി. കൂടുതൽ നിന്ന് വിൽക്കാതെ മോൻ പൊയ്ക്കോ. ജോർജ് ചിരി കടിച്ച് പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഡാനി ആകെ ചമ്മി വശം കെട്ടുപോയിരുന്നു. മുറിയിൽ നിന്നും ഇറങ്ങിയ ഡാനി ഹാളിൽ മുഴുവൻ നന്ദുവിനെ തിരഞ്ഞെങ്കിലും അവളെ കാണാനായില്ല. സാറയും ജനിയും ജോയിലും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും മുറിയിലായിരിക്കുമെന്ന് ഡാനിക്ക് മനസ്സിലായി. ഡാനി മുകളിലേക്ക് കയറി. നന്ദു മുകളിലെ മുറിയിൽ ഉണ്ടാവുമെന്ന് അവൻ ഊഹിച്ചു. മുറിയിലെല്ലാം നോക്കിയിട്ട് കാണാതെ പുറത്തേക്ക് ഇറങ്ങിയ ഡാനി പതിയെ നേരത്തെ ആരു കിടന്ന മുറിയിൽ നിന്നും ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കി. അവിടെ കണ്ട കാഴ്ചയിൽ ഡാനിയുടെ തലയിലെ കിളികളെല്ലാം കൂട്ടത്തോടെ പറന്നു പോയിരുന്നു.